ഹലോ മക്കളെ, അപ്പോൾ ഓണം എക്സാം ഒക്കെ അടുത്തെത്തി. പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കാത്ത ഒറ്റ മക്കളുമില്ല അല്ലെ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് നന്നായിട്ടിരുന്ന് പഠിക്കണം എന്നുണ്ട്. നല്ല മാർക്ക് കിട്ടണം, ക്ലാസ് ടോപ്പർ ആവണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ പഠിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളാണ് അല്ലെ? നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഫുൾ പ്രശ്നങ്ങളായിരിക്കും. പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ? ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിലൊന്നും തീരുന്നതല്ല അല്ലേ? എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ആദ്യം തുടങ്ങുക അതില്ല. പഠിക്കാതിരുന്നാൽ ആദ്യം തുടങ്ങുക ആ ഒരു പ്രോബ്ലം. എവിടെ നിന്ന് തുടങ്ങും? എവിടെ നിന്ന് തുടങ്ങും? എത്ര പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എത്ര സിലബസുകൾ, പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രാക്ട് ആകുന്നത്, ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത്, പിന്നെ അതുപോലെ തന്നെ എന്താണ് എത്ര എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് തുടങ്ങി ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു ചെറിയൊരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിൽ നമുക്കതിൻ്റെ എന്താ പറയുക, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക, ഇനി പ്രശ്നങ്ങളാണ് കിട്ടുക. അപ്പോൾ ഈ പഠിക്കാനിരിക്കുന്ന ടൈമിൽ മക്കൾ ആദ്യം ശ്രദ്ധിക്കുക, ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, അതായത് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ സാർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് സിലബസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുക അല്ലേ? അവിടെയാണ് സാർ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. പഠിക്കാൻ വേണ്ടിയുള്ള 3 ടിപ്സ്, 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്. ഓക്കെ, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കുക. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളിൽ ഒരു പ്രയോറിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ടഫ് ഉള്ളത്, അതിനനുസരിച്ച് വേണം നിങ്ങളൊരു പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ടഫുള്ള സബ്ജക്റ്റ് ചെയ്ത് അതിന് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ടൻസി ആയിരിക്കാം, എല്ലാവർക്കും എന്താണ് അക്കൗണ്ടൻസി ആയിരിക്കാം. ഓക്കെ, കൊമേഴ്സിലെ അധികം കുട്ടികൾക്ക് എന്താണ് അക്കൗണ്ടൻസി തന്നെയായിരിക്കും ഏറ്റവും ടഫ് ഉണ്ടാകുക. സോ അക്കൗണ്ടൻസിയുടെ പ്രയോറിറ്റി, അത് അക്കൗണ്ടൻസിക്ക് നമ്മൾ എന്ത് കൊടുക്കുക, ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. ഓക്കെ, എക്കണോമിക്സോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ ഏതാണ് നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു ലെവലിനനുസരിച്ച് നിങ്ങൾ ആ ഒരു പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് എപ്പം പഠിക്കാനിരിക്കുന്ന സമയത്താണെങ്കിലും ഓക്കെ, നിങ്ങൾ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പം ഇരുന്ന് പഠിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള നല്ലൊരു മൂഡൊക്കെ വരുന്ന ടൈം ഉണ്ടല്ലോ അല്ലെ? ആ ഒരു ടൈമിലൊക്കെ എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾ ഈ ഒരു പ്രയോറിറ്റി ഓർഡറിലുള്ള ആദ്യത്തെ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ദെൻ സെക്കൻഡ്, നിങ്ങൾ ഈ ഒരു റൂൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. 50-30-20 ഈ ഒരു റൂൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പ്രയോറിറ്റി ഓർഡർ സെറ്റ് ചെയ്തല്ലോ, അതിൽ നമ്മൾ ഒന്നാമത്തെ സബ്ജക്റ്റ് ഏതാണോ, അല്ലെങ്കിൽ ആ പ്രയോറിറ്റി കഴിഞ്ഞ് സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണെങ്കിൽ തന്നെ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ റൂളിൽ പഠിക്കുക. അതായത് 50 നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ആ ഒരു ടോപ്പിക്കിന് 50% നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക, ഹാർഡായിട്ടുള്ള കാര്യത്തിന് കൊടുക്കുക. ഓക്കെ, പിന്നെ ആ ഒരു ലെവല് കുറയുന്നതിനനുസരിച്ച് ഒരു മീഡിയം ലെവലുള്ളതിന് നിങ്ങൾ ഒരു 30 കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഒരു മീഡിയം ലെവൽ ടഫ് ആയിട്ടുള്ള കാര്യത്തിന് 30 കൊടുക്കൂ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളതിന് നിങ്ങൾ ഒരു 20% മാത്രം കൊടുക്കുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ടൈം കൊടുക്കുക. പലരും ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വെറുതെ വീണ്ടും സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരു വൺ ഷോട്ട് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ, ഒരു ക്ലാസ് കണ്ടുകൊണ്ട് റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ഒരുപാട് ടൈം കൊടുത്തുകൊണ്ട് പിന്നെ അതിരുന്ന് കാണുക. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു വൺ ഷോട്ടൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ സ്പീഡിൽ കണ്ടു തീർക്കുക. അത് പലരും ചെയ്യാറില്ല. അവിടെയൊക്കെ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്ന ഒരു കാര്യം അത് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. ഹാർഡായിട്ടുള്ളതിന് മാക്സിമം ടൈം കൊടുക്കുക. ഇനി നിങ്ങൾ കൊടുത്ത ടൈം ഹാർഡായിട്ടുള്ള ആ കാര്യത്തിന് മതിയായിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഈ മീഡിയം ലെവൽ അല്ലെങ്കിൽ സിമ്പിൾ ലെവലിനും കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ കുറയ്ക്കുക. ഓക്കെ, എന്നിട്ട് അതിവിടെ കൂട്ടാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ലാസ്റ്റ് കാര്യമാണ് ഒരു റൊട്ടേഷൻ. സബ്ജക്റ്റിന് റൊട്ടേഷൻ
മസ്റ്റാണ്. അതായത് ഒരു ദിവസമൊക്കെ എന്താണ് ഒരു സബ്ജക്റ്റ് ഞാൻ ഇന്ന് തീർക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. എടി ഒരിക്കലും നിങ്ങളത് ചെയ്യാതിരിക്കുക. കാരണം ഒരു സബ്ജക്റ്റ് അതിനൊരു കണക്കുണ്ട്. എത്രയോ 10-45 മിനിറ്റോളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് വല്ലാതെ മടുക്കും. സോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് ടൈം ഒരു സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾ പോലും അറിയാതെ അവിടെ നിങ്ങൾ ഒന്ന് ഡിസ്ട്രാക്ട് ആവുന്നുണ്ട്, പിന്നോട്ട് വലിയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ റൊട്ടേഷൻ ഉണ്ടായിരിക്കണം, മസ്റ്റാണ്. ഓക്കെ, അതായത് കുറച്ച് സമയം നിങ്ങൾ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സബ്ജക്റ്റ് മാറ്റുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഈ പ്രയോറിറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. നിങ്ങൾ ചൂസ് ചെയ്ത ഈ ഓർഡറിൽ ഏതാണോ അടുത്ത സബ്ജക്റ്റ് അതിനനുസരിച്ച് മാറ്റാം. അത് നിങ്ങൾ മാറ്റിയിരിക്കണം. നിങ്ങൾ അറിയാതെ നിങ്ങൾ ബോറടിക്കും. ഓക്കെ, ഒരു സബ്ജക്റ്റ് ഇത്ര ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ആ ബോറടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ എഫക്റ്റീവ് ആവില്ല നിങ്ങൾക്ക്. സോ ഈ 3 കാര്യങ്ങൾ മക്കൾ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഓർത്തു വയ്ക്കുക. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം, പ്രോബ്ലംസ് ഒരുപാട് നമുക്ക് കിട്ടും, നമ്മൾ ചിന്തിച്ചാൽ കിട്ടും, ഒരുപാട് നമ്മളെ ചുറ്റും ഉണ്ടാവും. അതിനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ എന്താണ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതേ നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ. ഓക്കെ, അത് നമ്മുടെ മുന്നിൽ നിന്ന് പോവുകയില്ല. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, പഠിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ആ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും മക്കൾക്ക് നോക്കാൻ. അത് കൃത്യമായിട്ട് നോക്കുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, എക്സാമിന് ഇനി കുറച്ച് സമയം നമുക്ക് മുന്നിലുള്ളൂ. ആ ടൈം മാക്സിമം യൂസ് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.